മിനിറ്റ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് തക്കാളിക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ശരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ടേക്ക് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ അതല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ മതി. 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഇപ്പോൾ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂണിനടുത്ത് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു 2 വറ്റൽമുളകാണ് കേട്ടോ. 2 വറ്റൽമുളക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ടേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 കറിവേപ്പില കട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 4 പച്ചമുളക് നെടുകെ കീറിയിട്ടൊന്നുമില്ല, ഞാനത് ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ വഴറ്റിയാൽ മതി. പച്ചമുളക് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 4 എണ്ണമാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുള്ളതാണ്. പേസ്റ്റ് പോലെ അരച്ചതൊന്നുമല്ല, ജസ്റ്റ് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം സവാള, ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ സവാള മാത്രമാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. മീഡിയം സൈസ് ആയിട്ടുള്ള ഒരു ചെറിയ സവാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തിട്ട് ഇതിന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം, അവസാനം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഒന്ന് ചേർത്തിട്ട് നോക്കാം. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് സവാളയെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതിനകത്തോട്ടേക്ക് പൊടികൾ ഓരോന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റെങ്കിലും അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളതാണെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിനകത്തോട്ടേക്ക് കാശ്മീരി മുളക് പൊടി, നമ്മുടെ പിരിയം മുളക് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണിനടുത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി നല്ല കളറും ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനകത്ത് ഫുഡ് കളറായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മുളക്, അതുകൊണ്ട് നല്ലൊരു കളറും ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാവുക ഡിഫറൻസ്. അപ്പോൾ 2 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ ആ പച്ചക്കുത്തൊക്കെ നന്നായി മാറി കിട്ടിയിട്ടുണ്ട്, നല്ലൊരു പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറിക്ക്. അപ്പോൾ 4 തക്കാളിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ സൈസ് ഒന്നല്ല, ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള 4 തക്കാളി. നമ്മൾ സവാള ഉപയോഗിച്ചിരിക്കുന്ന 1 മാത്രമാണ് കേട്ടോ, തക്കാളിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നുകിൽ ഇതേപോലെ തക്കാളി ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് കുറച്ചുകൂടി തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കില്ലേ, ആ ഒരു പാകത്തിനാണ് കിട്ടാം. ഇതിപ്പോൾ നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ കുറച്ചുകൂടി ഗ്രേവി ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് കഴിക്കാനാണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനൊരു ഇത്തിരി വെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം വേണ്ടാന്നാണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കിയാൽ മതി. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല തിളപ്പിച്ച വെള്ളം തന്നെ, നിങ്ങൾ വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം തന്നെ ചേർക്കാം. വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഒത്തിരി ഒന്നുമില്ല. ഒരു 1/4 കപ്പിനടുത്തൊക്കെ വെള്ളം ചേർത്താൽ മതി. കുറച്ച് ഗ്രേവി ആയിരിക്കുമ്പോഴേ നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് 2 രീതിയും പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്ക് ഏതാ ഇഷ്ടം അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ഉപ്പൊന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുറച്ചുകൂടി ഉപ്പ് കുറച്ച് കുറവുള്ളത്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഈ തക്കാളിയെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അതായത് നന്നായിട്ട് വെന്തുടയുന്ന രീതിയിൽ തന്നെ ചെയ്യണം, അപ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് തക്കാളിയെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയുള്ളൂ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും. കാണുമ്പോൾ തന്നെ എനിക്കറിയാം തക്കാളിയുടെ സ്കിന്നൊക്കെ ഇതായി ശരിക്കും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം.
ഉപ്പ് കറക്റ്റ് പാകത്തിനുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാൻ കുറച്ചൊന്ന് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കുമ്പോൾ. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും നന്നായി വെന്ത് വരുമ്പോഴാണ് നമുക്ക് ആ തക്കാളി ചാറ് കൂടി ഇതിനോട് ശരിക്കും യോജിച്ച് വരുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ 2-3 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളിക്കറി ഞാനൊരു സെർവിങ് ബൗളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ശരിക്കും നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ഒരു 10 മിനിറ്റ് മതി കറി ഉണ്ടാക്കിയെടുക്കാൻ. പിന്നെ ചോറിൻ്റെ കൂടെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ഗ്രേവി ആയിട്ട് തന്നെ ചെയ്യട്ടോ, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ കുറച്ച് തിക്കായിട്ട് ചെയ്യുമ്പോൾ അതും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.